Me. Today I am here to discuss you on nammalde GP settings la varuna role plays, how we can manage those type of role plays. Today I'm going to discuss you regarding that. Before starting our session, let's wait a few more seconds for our participants to join. We'll wait a few minutes or a few seconds so that our participants can join. നമ്മൾക്ക് കുറേ ടൈപ്സ് ഓഫ് സെറ്റിങ്സ് നമ്മളുടെ റോൾ പ്ലേസിൽ ഉണ്ടാവാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GP സെറ്റിംഗ് ആണ്. ഓക്കെ, എങ്ങനെ നമ്മൾക്ക് GP സെറ്റിങ്ങിൽ റോൾ പ്ലേസ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ അത് കൊണ്ടുപോകാം, പേഷ്യൻ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം, നമുക്കറിയാം. ഓക്കെ, വിൽ വെയിറ്റ് എ ഫ്യൂ സെക്കൻഡ്സ് ഫോർ അവർ പാർട്ടിസിപ്പൻസ് ടു ജോയിൻ. ഗുഡ് മോർണിംഗ് ജോണി. ബേസിക്കലി എല്ലാ തേഴ്സ്ഡേയിലും ഹേമ മാമിൻ്റെ ലൈവ് സെഷനാണ് വരാറുള്ളത്. ഐ നോ യു ഓൾ വെർ വെയിറ്റിംഗ് ഫോർ ഹർ, ബട്ട് ടുഡേ ഐ എം ഹിയർ വിത്ത് യുവർ OET speaking. Hi Sonia, good morning, good to see you. Good morning everyone. നിങ്ങൾക്ക് ഉള്ള കൺഫ്യൂഷൻസ്, ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്യാം. ദാറ്റ് ഐ വിൽ ബി ഡിസ്കസിങ് യു ഓൺ ദാറ്റ്. ഗുഡ് മോർണിംഗ് റിയ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓൾ റൈറ്റ്. ഹായ് ജമി, ഗുഡ് മോർണിംഗ്. നമ്മൾക്ക് നമ്മളുടെ റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെറ്റിംഗ് എന്ന് പറയുന്നത് GP സെറ്റിംഗ് ആണ്. വിൽ ലുക്ക് ഓൺ ടു ദ റോൾ പ്ലേ കാർഡ്. ഓക്കെ, this is our candidate role play card. The setting is general practice. You are a nurse at general practice. A parent come to see you with their 4-year-old son who has just put a rusty nail through his hand while is playing at the local park. He needs to have a tetanus injection immediately but is distressed and refusing to have it. നമ്മളുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ GP സെറ്റിങ്ങിലാണ്. We are a nurse in this GP setting, and a parent has came with her 4-year-old son, and കുഞ്ഞിനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഹീ പുട്ട് എ റസ്റ്റി നെയിൽ ത്രൂ ഹിസ് ഹാൻഡ്. വി നീഡ് ടു ഗീവ് ഇഞ്ചക്ഷൻ ബട്ട് ദേ ആർ റെഫ്യൂസിങ് ഇറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ദിസ് ഇസ് എ റിലക്റ്റൻറ്റ് ടൈപ്പ് ഓഫ് പേഷ്യൻ്റ്, റൈറ്റ്? നമ്മളുടെ സെറ്റിങ് വന്നപ്പോൾ ആദ്യം നമ്മൾ ഫുള്ള് വായിച്ച് നോക്കി, നമ്മൾ സെറ്റിങ് സംഭവം എന്താണെന്ന് മനസ്സിലായി. അപ്പം ഇതൊരു റിലക്റ്റൻറ്റ് പേഷ്യൻ്റ് ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വാട്ട് വി ഹാവ് ടു ഡു ഈസ് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ പേഷ്യൻസിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇതൊക്കെ ഒരു കൺഫ്യൂസിങ് ആയിട്ട് വരും, അല്ലേ? ജനറൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതാണ്, അറിയാമായിരിക്കും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഇൻ ദിസ് കേസ് വി ആർ സ്റ്റാർട്ടിങ് ദിസ് റോൾ പ്ലേ ആസ് എ അൺനോൺ കേസ്. ഓക്കെ, നമ്മൾ ജനറൽ സെറ്റിങ്സിൽ ചില സമയത്ത് നമ്മൾ നോൺ കേസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ഇൻ ദിസ് റോൾ പ്ലേ card we are starting it as a new role play, that is unknown case. This is the setting because we don't have the child's name, we don't know anything, so we need to ask them. Okay, we'll look on to the task. First task is to find out the details of the incident. We have to ask them the incidents. Then the next one is explain that you need to clean and dress the wound and that he will need a tetanus injection. നമ്മൾ
ഒരു ഇഞ്ചുറി ആയിട്ട് വന്നു, നമ്മൾക്ക് ക്ലീൻ ചെയ്യണം, ഡ്രസ് ചെയ്യണം, ടെറ്റനസ് ഇഞ്ചക്ഷൻ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയുകയാണ്. സോ നെക്സ്റ്റ് ടാസ്ക് ഈസ് ദാറ്റ് എക്സ്പ്ലെയിൻ വൈ ദ ചൈൽഡ് നീഡ്സ് ദ ഇഞ്ചക്ഷൻ ഇമ്മീഡിയറ്റ്ലി. എന്തുകൊണ്ടാണ് കുഞ്ഞിന് ഇഞ്ചക്ഷൻ വേണ്ടത് എന്ന് പറയണം, ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടതെന്ന് പറയണം എന്ന് പറയുന്നു. ആൻഡ് ഡിഡ് നോട്ട്, അതിൻ്റെ സബ് ടൈറ്റിൽസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടതായിട്ട് വന്നിരിക്കുന്നത് ഡിഡ് നോട്ട് റിസീവ് ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് ചൈൽഡ്ഹുഡ് വാക്സിനേഷൻ പ്രോഗ്രാം. പിന്നെ ദാറ്റ് ഈസ് എ ഡീപ്പ് വൂണ്ട്, foreign bodies present എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. The next task is persuade the patient to allow their child to have it now and warn about the potential risk of tetanus, that is fatal disease, causes seizures, muscle stiffness, locked jaw, difficult breathing, and at last they are saying offer your support and reassurance. So the patient is not getting the patient is not that supportive. അവർ സമ്മതിക്കുന്നില്ല എന്ന ആ ഒരു പെർസ്വേഡ് എന്നുള്ളൊരു മീനിങ് വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലായി. കാരണം അത്രയും ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു പേഷ്യൻ്റെ അടുത്താണ് നമ്മൾ അത്രയും പെർസ്വേഡ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ട്. സോ പേഷ്യൻ്റ് ഈസ് എ ബിറ്റ് റിലക്റ്റൻറ്റ് patient. And last one is the after giving the injections, explain the rare and mild side effects, that is feeling achy or tired, mild nausea or light headedness. So ഇത്രയുമാണ് നമ്മളുടെ ടാസ്ക് വരുന്നത്. ഓൾ റൈറ്റ്, സോ നമ്മൾക്ക് നമ്മളുടെ റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യാം. സോ ആ ഒരു 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കി വെക്കേണ്ടത്, നമ്മളുടെ സെറ്റിംഗ് നോക്കി, നമ്മളുടെ നമ്മൾ നേഴ്സാണ്, ജനറൽ പ്രാക്ടീസിലെ നേഴ്സാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ പേഷ്യൻ്റ് 4 year old ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ സോ നമ്മളൊരു മദറിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്, മദറിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, അതും മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കണം, ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യണം, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ റോൾ പ്ലേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഈ ഒരു കൈൻഡ് ഓഫ് റോൾ പ്ലേ നമുക്കാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് മീ സോ ആൻഡ് സോ, നമ്മളുടെ നഴ്സിൻ്റെ പേര് പറയുക. ദിസ് ഇസ് മീ സോ ആൻഡ് സോ, വർക്കിംഗ് ഇൻ ദിസ് ജനറൽ പ്രാക്ടീസ് ക്ലിനിക്. സോ ഹൗ കെൻ ഐ ഹെൽപ്പ് യു ടുഡേ? അപ്പം മദർ വന്നിരിക്കുകയാണ്, ചൈൽഡ് വന്നിട്ടുണ്ട്. മദർ ഭയങ്കര ഡിസ്ട്രെസ്ഡ് ആയിരിക്കാം അല്ലേ? അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മദർ ഡിസ്ട്രെസ്ഡ് ആണെന്ന്. അപ്പം അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് അത് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ആ ഒരു രീതിയിലും ചോദിക്കാം, I can see that you are so anxious. Can I know the reason behind that? എന്നൊക്കെ രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. സോ ഏത് രീതിയിൽ വേണേലും ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, I can see your child is crying. May I know the reason behind that? And you are also looking very anxious. Can I know the reason behind that? അങ്ങനെ പല രീതിയിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. സോ അങ്ങനെ ചോദിച്ചു. അപ്പോൾ പേഷ്യൻ്റ് പറയുകയാണ്, നേഴ്സ്, എൻ്റെ കുഞ്ഞ്, my child has put his hand through a nail and I am really worried about him, nurse, so I brought him to the department അല്ലെങ്കിൽ to the clinic എന്ന് പേഷ്യൻ്റ് പറയാണ്. സോ വാട്ട് വി ക്യാൻ സേ, അപ്പം നമുക്ക് അവിടെ ഫസ്റ്റ് ടാസ്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പേര് ചോദിക്കുക, ഡീറ്റെയിൽസ് ചോദിക്കുക. സോ ആ ഒരു സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റും, സോ ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, പ്ലീസ് ഡോണ്ട് വറി, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. അവർക്ക് അവിടെ ഒരു റീഅഷുറൻസ് കൊടുത്തു. ബിക്കോസ് ആ പേഷ്യൻ്റ് ഭയങ്കര കൺസേൺ, അല്ലെ പേഷ്യൻറ്റിൻ്റെ മദർ ഭയങ്കര കൺസേൺഡ് ആയിട്ട് ഭയങ്കര ഡിസ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സോ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു റീഅഷുറൻസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളൊക്കെ പറയാൻ പറ്റും, നഴ്സ്, മേ ഐ നോ ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് മേ ഐ നോ ദ നെയിം ഓഫ് യുവർ ചൈൽഡ് എന്ന് ചോദിക്കാം. കാരണം ചൈൽഡാണല്ലോ നമ്മുടെ പേഷ്യൻ്റ്. സോ നെയിം ഓഫ് ദ ചൈൽഡ് ആൻഡ് ഹിസ് ഏജ് എന്ന് ചോദിക്കാം. അപ്പോൾ അവർ നെയിമും ഏജും പറഞ്ഞു. ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് എടുക്കുവാണ്, ജേഡൻ എന്നെടുക്കുവാണ് എങ്കിൽ, ഓൾ റൈറ്റ്, സോ നിങ്ങൾ പാരൻ്റ് ആണ് എന്ന് പറഞ്ഞു. സോ ഫോർ മൈ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് മേ ഐ നോ യുവർ നെയിം എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പറയാണ്, വെൽ യു കെൻ കോൾ മീ സാറ എന്ന് പറഞ്ഞു. ഓൾ റൈറ്റ്, താങ്ക് യു സാറ. സോ മേ ഐ നോ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ? നമ്മളവിടെ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ്, എന്താണ് ശരിക്കും സംഭവിച്ചത്. സോ അപ്പം പേഷ്യൻ്റ് പറയാണ്, ഇറ്റ് വാസ് 25 minutes ago while he was playing in the
garden. He take a plank of wood and rusty nail was there in it എന്നൊക്കെ പേഷ്യൻ്റ് മദർ പറയുകയാണ്. എന്നിട്ട് അപ്പം നമുക്ക് ചോദിക്കാൻ പറ്റും എന്താണ് സിൻസ് ഹൗ ലോങ് എപ്പോഴാണ് ഇത് സംഭവിച്ചത്, വെൻ ഇറ്റ് ഹാപ്പൻഡ് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓൾറെഡി പേഷ്യൻ്റ് ടൈം സെറ്റിംഗ് പറഞ്ഞില്ല, ടൈം ഇൻഡിക്കേഷൻ പറഞ്ഞിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ടൈം ചോദിക്കാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ ടൈം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓൾ റൈറ്റ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ് ഹാവ് യു ട്രൈ ടു റിമൂവ് ദ നെയിൽ എന്ന് ചോദിക്കാം. അപ്പോഴത്തേക്ക് അവർ പറയാണ് യെസ് നഴ്സ് ഐ റിമൂവ്ഡ് ഹിസ് ഹാൻഡ് ഫ്രം ദ നെയിൽ എന്ന് പേഷ്യൻ്റ് പറയുകയാണ്. സോ നമുക്ക് ഉറപ്പായി പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നെയിലില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഓൾ റൈറ്റ്. സോ അപ്പോൾ ഒരു ആ പേഷ്യൻ്റ് ഒരു ഇഞ്ചുറി ആയിട്ടല്ലേ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചൈൽഡ് ഒരു ഇഞ്ചുറി ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അസസ് ചെയ്തൂടെ പേഷ്യൻറ്റിനെ. കാരണം അങ്ങനെ ഒരു നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ക്ലീൻ ചെയ്യണം, വൂണ്ട് ഡ്രസ് ചെയ്യണം, ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. സോ അതിന് മുന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു അസസ്മെൻറ്റ് നടത്തിക്കൂടെ, അസസ്മെൻറ്റ് നടത്താം. സോ ഫോർ ദാറ്റ് വി ക്യാൻ ആസ്ക് ദ മദർ ഫോർ മൈ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് മേ ഐ അസസ് യുവർ ചൈൽഡ്സ് ഹാൻഡ് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്യാൻ ഐ അസസ് യുവർ ചൈൽഡ്സ് ഇഞ്ചുറി, ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ ഐ അസസ് യുവർ ചൈൽഡ്സ് ഇഞ്ചുറി എന്ന് ചോദിക്കാൻ പറ്റും. സോ മദർ പറയാണ് യെസ് നഴ്സ് യു ക്യാൻ അസസ് എന്ന് പറയാണ്, യു ക്യാൻ എന്ന് പറഞ്ഞു. സോ വാട്ട് വി ക്യാൻ സേ, നമുക്കൊരു ജസ്റ്റ് ഒരു പോസ് എടുക്കാം. അവിടെ ഒരു പോസ് നമ്മൾ ഏതായാലും അസസ് ചെയ്യുവാണല്ലോ. ഓൾ റൈറ്റ്. ആ ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു വേർഡ്സ് അവിടെ നമുക്കത് പറയാൻ പറ്റും. സോ എന്താണ് ഓൾ റൈറ്റ്, ഓക്കെ. സോ Sarah, as per my assessment and information that you have given, I need to clean your child's wound because it's a bit deep wound, and also I need to dress the wound. Along with that, he requires അല്ലെങ്കിൽ he will need a tetanus injection. നമ്മളത് ഡയറക്റ്റ്ലി അങ്ങ് പറയാണ്. അപ്പോഴത്തേക്ക് പേഷ്യൻ്റ് പറയാണ് ഓ നഴ്സ് ഐ കാൺട്ട് ആക്സെപ്റ്റ് ദാറ്റ്, അല്ലെങ്കിൽ ഐ കാൺട്ട് അലോ യു ഫോർ ദാറ്റ് ബിക്കോസ് ഓൾറെഡി മൈ ചൈൽഡ് ഈസ് ഇൻ പെയിൻ ആൻഡ് ഹീ ഈസ് ക്രൈയിങ് സോ മച്ച്. ഒരു മദറിൻ്റെതായ കൺസേൺസ് എല്ലാം ആ മദർ പറയാണ്. ആൻഡ് ഷീ ഈസ് സേയിങ് ദാറ്റ് നോ നഴ്സ് ഐ വിൽ നോട്ട് അലോ യു ടു ഗീവ് മൈ ചൈൽഡ് എ ടെറ്റനസ് ഇഞ്ചക്ഷൻ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയണം, എക്സ്പ്ലെയിൻ വൈ ദ ചൈൽഡ് നീഡ്സ് ദ ഇഞ്ചക്ഷൻ ഇമ്മീഡിയറ്റ്ലി, എന്തുകൊണ്ട് വേണമെന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. Well Sarah, I can totally understand your situation. Being a mother, you are really worried about your child. നമുക്ക് ആ ഒരു ഫ്രേസ് അവിടെ എടുത്ത് പറയാൻ പറ്റും. ബിക്കോസ് എന്താണ്, അവരൊരു മദറാണ്. അപ്പോൾ മദർ ഒത്തിരി കൺസേൺഡ് ആയിരിക്കും അവരുടെ ചൈൽഡിനെ പറ്റി. ആൻഡ് ഹീസ് ജസ്റ്റ് 4 year old. അപ്പോൾ ആ ഒരു മദർ എന്ന് പറയുന്നത് ഭയങ്കര കൺസേൺഡ് ആയിരിക്കും അവരുടെ ചൈൽഡിനെ പറ്റി. സോ വി ക്യാൻ സേ ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഐ ക്യാൻ പുട്ട് മൈസെൽഫ് ഇൻ യുവർ ഷൂസ് സാറ. ബട്ട് as of Jaden's condition or as of Jaden's situation, it is very important for Jaden to take injection immediately because since he is 4 years old, അല്ലെങ്കിൽ because he is 4 years of age, he did not received tetanus vaccination as a part of his child vaccination program. Along with that, as I've already mentioned, this is a deep wound and foreign bodies or particles may be present in your child's അല്ലെങ്കിൽ ജെയ്ഡൻസ് എന്ന് തന്നെ എടുത്ത് പറയുവാണെങ്കിൽ, ജെയ്ഡൻ തന്നെ എടുത്ത് പറയുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആസ് ഫോറിൻ bodies are present in Jaden's hand or wound, it is very important for him to take the vaccination. So are you okay for that എന്ന് ചോദിക്കാൻ പറ്റും. അപ്പം അമ്മ പറയാണ് ഇല്ല നഴ്സ് ഞാൻ സമ്മതിക്കില്ല. ആൻഡ് ഷീ ഈസ് സെയിങ് ദാറ്റ് nurse, I forgot to bring his childhood vaccination program അല്ലെങ്കിൽ ആ paper. I forgot to bring that, and I would prefer my husband to come after his work so that he can support me because I can't see my child in pain എന്ന് അമ്മ ഇങ്ങനെ പറയാണ്. ഓൾറെഡി കുഞ്ഞിൻ്റെ വാക്സിനേഷൻ പ്രോഗ്രാമും കൊണ്ടുവന്നിട്ടില്ല. ആൻഡ് ഷീ want her husband to support her so that she can be a bit calm
അങ്ങനെ അവർ പറയാണ്. സോ നമുക്ക് അവിടെയാണ് നമ്മൾ പെർസ്വേഡ് ചെയ്യുന്നത് ദാറ്റ് പാരൻറ്റിൻ്റെ അടുത്ത് പറയുന്നു നമ്മൾക്ക് ചൈൽഡിന് ഇപ്പം തന്നെ ആവശ്യമാണ്, ദർ ആർ പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് ടെറ്റനസ്. സോ ഇൻ ദാറ്റ് കേസ് വി ക്യാൻ സേ ഈസ് ദാറ്റ് വെൽ സാറ, ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ, അല്ലെങ്കിൽ ഐ ഗെറ്റ് യുവർ പോയിൻറ്റ്. അങ്ങനത്തെ കുറേ വേർഡ്സുകൾ അല്ലെങ്കിൽ റീഅഷുറൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു റീഅഷുറൻസ് കൊടുത്തിട്ട് നമ്മൾക്ക് പറയാൻ പറ്റും ഐ നോ യു ഡോണ്ട് വാണ്ട് യുവർ ചൈൽഡ് ടു ബി ഇൻ പെയിൻ, ബട്ട് as of now Jaden requires this tetanus injection. Usually if a injury happens, this tetanus injection needs to be taken within 48 hours, that otherwise that may leads to further health complications. Already നമുക്കറിയാം ടെറ്റനസ് വാക്സിൻ ഇത്ര നേരത്തിനുള്ളിൽ എടുക്കണം. സോ വി ക്യാൻ ആഡ് ദാറ്റ്, ഈവൻ ദോ അത് നമ്മളുടെ റോൾ പ്ലേ കാർഡിൽ ഇല്ലെങ്കിൽ പോലും വി ക്യാൻ ആഡ് സോ ദാറ്റ് അവർക്കൊരു ക്ലാരിറ്റി അതിനെപ്പറ്റി കിട്ടുമല്ലോ. സോ നമ്മൾ പറയാണ് ടെറ്റനസ് വാക്സിനേഷൻ ടു ബി ടേക്കൺ ഓർ ബൂസ്റ്റർ ഷുഡ് ബി ടേക്കൺ വിത്തിൻ 48 hours of injury. So in your child's case it is already 25 minutes, and if you are getting late to give the injection, he may develop some conditions, and there are potential risk of tetanus. That means this tetanus condition is is a fatal disease. It may causes seizures, muscle stiffness, low jaw, and difficulty in breathing. So in order to avoid all these further complications, it is very necessary for Jaden to take the injection അല്ലെങ്കിൽ have the vaccination എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർ പറയാണ് നേഴ്സ് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞല്ലോ. സോ ഐ നോ യു നീഡ് എ സപ്പോർട്ട്. ഐ ക്യാൻ അഷ്വർ യു ദാറ്റ് യുവർ ചൈൽഡ് ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ഇഫ് ഹി ഈസ് ടേക്കിംഗ് യുവർ ചൈൽഡ് വിൽ ബി ഓൾ റൈറ്റ് ഇഫ് ഹി ഈസ് ടേക്കിംഗ് ദ ടെറ്റനസ് വാക്സിനേഷൻ അറ്റ് ദ റൈറ്റ് ടൈം. വി ഡോണ്ട് ഹാവ് ടു worry about anything in the future, but if he is not taking the vaccination, that may lead to further complication. So Sarah, I insist you, നമുക്ക് തീർച്ചയായിട്ടും you have to, you should, you need to, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് പറയാൻ പറ്റും I insist you to I insist you to allow me to give the vaccination to Jaden. Is that okay for you? എന്ന് പറയാം. ആൻഡ് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ റീഅഷുറൻസ് കൊടുക്കാൻ പറ്റും. ഐ നോ യു ആർ എ മദർ ഓഫ്, അല്ലെങ്കിൽ യുവർ ചൈൽഡ് ഈസ് ദാൻ ആപ്പിൾ ഓഫ് യുവർ ഐ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പോളിഷിങ് രീതിയിൽ നമുക്ക് പറയാം. ബിക്കോസ് അവിടുത്തെ രീതി ആൾക്കാർ, നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ഡയറക്റ്റ്ലി പറഞ്ഞ് അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകത്തുള്ളൂ. പക്ഷേ വെളിയിലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ റീഅഷുറൻസസ് ഭയങ്കര ആഗ്രഹമാണ്, താല്പര്യമാണ്, ഇഷ്ടവുമാണ്, അവർക്കത് വേണം താനും. സോ അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മളിപ്പം എല്ലാവരും പുറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ OET സ്പീക്കിങ് നമ്മൾക്ക് അവിടെ സ്പീക്കിങ് അവിടെയും നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോസ്പിറ്റൽ സെറ്റിങ്ങിലൊക്കെ വരുമ്പോൾ സ്പീക്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇൻ ദാറ്റ് കേസ് നമ്മൾക്ക് കുറച്ചും കൂടെ ആ ഒരു പ്രാക്ടീസ് ഇപ്പോഴേ തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നല്ല റീഅഷുറൻസസ് പറയാം. ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് യുവർ കണ്ടീഷൻ, സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഐ നോ യു ആർ വെരി ടെൻസ്ഡ് അബൌട്ട് യുവർ ചൈൽഡ്സ് കണ്ടീഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ. കണ്ടീഷൻ എന്ന് പറയേണ്ട സിറ്റുവേഷൻ എന്ന് പറയാൻ പറ്റും. ദിസ് ഇസ് നോട്ട് എ കണ്ടീഷൻ, റൈറ്റ്? സോ സിറ്റുവേഷൻ, ബേബിയുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. അല്ലെ സാറ, ഐ നോ യു ആർ ഗോയിങ് ത്രൂ എ ടഫ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ യുവർ ചൈൽഡ് ഈസ് ഹാവിങ് സോ മച്ച് പെയിൻ ആൻഡ് യു കാൺട്ട് ഈവൻ തിങ്ക് ഓർ ബെയർ ദാറ്റ് പെയിൻ എന്ന് നമുക്ക് അവരെ ഒന്ന് സോപ്പിട്ടെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു റീഅഷുറൻസ് അവിടെ കൊടുക്കാൻ പറ്റും. സോ അമ്മ ഈ ഒരു പൊട്ടൻഷ്യൽ റിസ്ക്കും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അവരൊന്ന് തിങ്ക് ചെയ്യും, ഓ എൻ്റെ കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്, അത് ഞാൻ കാരണം വരുന്നുകൂടാ എന്നുള്ളൊരു രീതിയിൽ അമ്മ റിലക്റ്റൻ്റ്ലി പറയാണ് ഓൾ റൈറ്റ് നഴ്സ്, ഐ ലവ് യു, അല്ലെങ്കിൽ ഓൾ റൈറ്റ് നഴ്സ് യു ക്യാൻ ഗീവ് ഹിം ദ വാക്സിനേഷൻ എന്നൊക്കെ
വേണമെങ്കിൽ അമ്മ പറയുകയാണ്. ഓക്കെ, അന്നേരം നമുക്ക് എന്ത് പറയാം, അന്നേരം നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് എന്താ, ലാസ്റ്റ് ടാസ്ക് എന്താ, ആഫ്റ്റർ ഗിവിങ് ദ ഇഞ്ചെക്ഷൻ എക്സ്പ്ലെയിൻ ദ റെയർ ആൻഡ് മൈൽഡ് സൈഡ് ഇഫക്ട്സ് എന്ന് പറയാം. അപ്പം നമ്മൾ ഓൾറെഡി ഇഞ്ചെക്ഷൻ കൊടുക്കണം. സോ സാര ഷാൽ ഐ ഗീവ് ദ ഇഞ്ചെക്ഷൻ നൗ എന്ന് ചോദിച്ചു. യെസ് എന്നവർ പറഞ്ഞു. അപ്പം നമ്മൾ ഇഞ്ചെക്ഷൻ കൊടുത്തു. ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് then Sarah, I would like to add one more thing, that there are rare and mild side effects for this injection അല്ലെങ്കിൽ for this vaccination. For all the injection and all the vaccination there would be mild side effects, and for this injection also there would be rare and mild side effects. That is, your child may feel achy, tired, he may have mild nausea, and also he may feel lightheadedness, but don't worry, these mild side effects will get subsided within few hours. And please note, and also he may have a fever, he may develop a fever. So in that case, please don't worry that fever means his body is acting towards the അല്ലെങ്കിൽ his body is acting towards the injection, അല്ലെങ്കിൽ ആ ഒരു immunity work ആവുക, his body's immunity is getting activated. That is the signal which is being given by our body through a fever. അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും, Sarah, don't worry, he may feel this kinds of side effects, but this is minimal and will get subsided within a few hours, I mean a few minutes, അല്ലെങ്കിൽ few hours, within a few hours or 1 to 2 days എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ അത് കഴിഞ്ഞിട്ട് എന്ത് പറയാം, thank you Sarah for allowing me to assess your child and to give the injection. I really appreciate your willingness, and I really appreciate your mentality to come to the hospital in a very instance എന്നൊക്കെ വേണമെങ്കിൽ അവരെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് നമ്മളുടെ എൻഡിങ്ങിലോട്ടെത്തി. അപ്പോൾ അവരെ ഒന്നോടൊന്ന് എന്താ മോട്ടിവേറ്റ് ചെയ്ത്, ഐ നോ യുവർ ചൈൽഡ് ഈസ് ഗോയിങ് ത്രൂ എ ടഫ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ യുവർ ചൈൽഡ് ഈസ് ഹാവിങ് എ ബാഡ് ഡേ, ബട്ട് പ്ലീസ് ഡോണ്ട് വറി, ദീസ് വിൽ ഗെറ്റ് ദ ഇഞ്ചുറി വിൽ ഗെറ്റ് ക്യൂർഡ് അല്ലെങ്കിൽ ഹീൽഡ് വിത്തിൻ 4 to 5 days. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് വേണമെങ്കിൽ പേഷ്യൻ്റെ അടുത്ത് പറയാം. സോ how do you feel about my advice, Sarah എന്ന് ചോദിച്ച് സാറിൻ്റെ അടുത്ത് നമുക്ക് അഡ്വൈസസും ചോദിച്ച് ഏകദേശം ഒന്ന് സാറ സെറ്റായി എന്ന് കാണുമ്പോഴത്തേക്ക് താങ്ക് യു സാറ ഫോർ ലിസ്ണിംഗ് ടു മീ ആൻഡ് അലവിങ് മീ ടു ഗീവ് ഇഞ്ചെക്ഷൻ, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് നമ്മൾക്ക് ആ റോൾ പ്ലേ അവിടെ അവസാനിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾക്ക് ആ ഒരു 5 minutes നല്ല യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾക്കൊരു നോർമൽ ഹമ്മിങ്, നോർമൽ പോസ് ആ ഒരു പേസിൽ പോവുകയാണെങ്കിൽ ഈ ഒരു റോൾ പ്ലേ അത്യാവശ്യം 5 minutesനുള്ളിൽ തന്നെ തീർക്കാൻ പറ്റും. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് നമ്മളുടെ പേഷ്യൻ്റ്, നമ്മൾക്കൊരിക്കലും പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്ത് പറയും എന്ന് നമ്മൾക്ക് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. എന്താണ് നമ്മളുടെ ഇൻ്റർലോക്യൂട്ടർ പറയാൻ പോകുന്നതെന്ന് നമ്മളുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ ടാസ്കും ഈ സെറ്റിങ്സുമാണ് നമ്മളുടെ കയ്യിലുള്ളത്. സോ വിത്തിൻ ദിസ്, അല്ലെങ്കിൽ ഈ ഒരു സാധനം വെച്ച് വേണം, ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യണം, വൂണ്ട് ഡ്രസ്സ് ചെയ്യണം, പിന്നെ ടെറ്റനസ് ഇഞ്ചെക്ഷൻ കൊടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സെക്കൻഡ് ടാസ്കിനകത്ത്. അപ്പോൾ അവിടെ ഒരു അല്ലെങ്കിൽ നമ്മളൊരു എക്സാമിനേഷൻ ചെയ്യുക എന്നുള്ളത് അതൊരു നേഴ്സിൻ്റെ കടമ എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഒരു ഇഞ്ചുറി ആയിട്ട് വന്ന് ചുമ്മാ നോക്കാതെ ഒന്നും ചെയ്യാതെ നമ്മൾ ഡയറക്റ്റ്ലി പറയാം, കൊച്ചിൻ്റെ വൂണ്ട് ക്ലീൻ ചെയ്യണം, കൊച്ചിൻ്റെ ഡ്രസ്സ് വൂണ്ട് ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചുമ്മാ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വോണ്ട് ബി എ റിയാലിറ്റി അല്ലേ. നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ നമ്മളുടെ ഇൻ്റർലോക്യൂട്ടറിനെ നമ്മൾ ജസ്റ്റ് അസ്യൂം ദാറ്റ് അവർ ഇൻ്റർലോക്യൂട്ടർ ഈസ് എ പേഷ്യൻറ്റ് ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്, അല്ലെങ്കിൽ അവർ എ പാരൻറ്റ് ഓഫ് എ പേഷ്യൻറ്റ്, അല്ലെങ്കിൽ അത് തേർഡ് പാർട്ടി സ്പീക്കിങ്ങിൽ വരുമ്പോൾ പാരൻറ്റ്, സൺ, ചൈൽഡ്, എന്ത് വേണേലും ആകാം.
അയാളാണ്, റിലേറ്റീവാണ്, അല്ലെങ്കിൽ പേരൻ്റാണ് നമ്മളുടെ മുന്നിലിരിക്കുന്ന. അസ്യൂം ഇറ്റ് ആസ് എ റിയൽ പേഴ്സണാലിറ്റി ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ദേ നീഡ് അവർ ഹെൽപ്പ്. നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിങ്സിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു രീതി തന്നെയാണ്. പേഷ്യൻ്റ് നമ്മൾ പേടിച്ച് വിറച്ച് പേഷ്യൻ്റെ അടുത്ത് അയ്യോ അങ്ങനെയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാറുണ്ടോ? ഇല്ല. ഈവൻ ഇഫ് നമ്മൾ വേറെ സ്റ്റേറ്റിൽ വർക്ക് ചെയ്തവരാണെങ്കിൽ പോലും എന്താണ്, നമ്മളൊരു ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻ്റ്, ഇപ്പം നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ല എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മൾ അവരുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കും. എങ്ങനെയാണ് നമ്മളുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് വഴിയൊക്കെ നമ്മൾ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും. പലപ്പോഴും പല നഴ്സുമാരും ചെയ്തിട്ടുണ്ട്. ലാംഗ്വേജ് അറിയത്തില്ലേ പോലും ഹാൻഡ് ജസ്റ്റേഴ്സ് വെച്ചെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻസിഡൻസ് ഒക്കെ അന്വേഷിക്കാനായിട്ട് നോക്കാറുണ്ട്. സെയിം സാധനം തന്നെയാണ് നമ്മൾ ഇവിടെയും എടുക്കുന്നത്. ഡീറ്റെയിൽസ് എടുക്കണം, ഇൻസിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. ആ എടുക്കുന്ന കൂട്ടത്തിൽ എപ്പോഴായി നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും റെമഡീസോ അല്ലെങ്കിൽ മെഡിക്കേഷനോ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്തായിരുന്നോ, അത് വേണമെങ്കിലും ചോദിക്കാം അവിടെ. പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും. അടുത്തത് നമ്മൾ എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് എൻ്റെ ഒരു എക്സാമിനേഷനിലൂടെ എനിക്കത് മനസ്സിലായത് അതൊരു ഡീപ്പ് വൂണ്ടാണ്, അതിന് ക്ലീനിങ് ആവശ്യമാണ്, അതിന് ഡ്രസ്സിങ് ആവശ്യമാണ്, ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കണം ഡീപ്പ് വൂണ്ട് ആയതുകൊണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് കുറച്ചും കൂടെ എന്താണ് റിയാലിറ്റി വരികയാണ് അല്ലേ. ആ ഒരു അങ്ങനത്തെ ഒരു റിയാലിറ്റി സ്പീക്കിംഗ് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഇൻ്റർലോക്യൂട്ടേഴ്സ് കുറച്ചും കൂടെ ഇംപ്രസീവ് ആവും. നമ്മൾക്ക് തന്നെ സ്കോർ വീഴാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്നലെ ഹേമ മാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലൈവിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യുക. ഏതൊക്കെ ക്രൈറ്റീരിയാസ് ആണെന്ന് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു ഹാവ് നോട്ട് സീൻ ദ വീഡിയോ പ്ലീസ് ഗോ ലുക്ക് ഓൺ ദാറ്റ്, അല്ലെങ്കിൽ പ്ലീസ് ഗോ ഹാവ് എ ചെക്ക് ഓൺ ദാറ്റ് ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഓൾ ആർ ദ ക്രൈറ്റീരിയാസ് ദാറ്റ് നീഡ്സ് ടു ബി ഫോളോഡ് in an OET speaking. So ആ ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്ത് ഈ ഒരു ടാസ്ക് ഈ ഒരു രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സ്കോർ മോർ ദാൻ 400 അല്ലേ. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ബിറ്റ് ഹെൽപ്ഫുൾ ടു എവ്രി വൺ. I can understand that some of the students are saying yes. Okay, so ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു രീതിയിൽ ഇത് ജസ്റ്റ് ഒരു എൻ്റെ വേ ഓഫ് പ്രസൻറ്റിങ് ദ റോൾ പ്ലേ ആണ്. നമ്മളെല്ലാം ഹ്യൂമൻസ് ആണ്, നമ്മൾക്ക് എല്ലാവർക്കും പല പല രീതികളാണ് പ്രസൻറ്റിങ് എ റോൾ പ്ലേ. സോ ഇഫ് യു ആർ ഹാവിങ് എനി അതർ ഐഡിയാസ് യു ക്യാൻ പ്രസൻറ്റ് ഇൻ ദാറ്റ് വേ. മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് വിത്തിൻ 5 minutes. നമ്മൾക്ക് ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ യു ക്യാൻ as your own അല്ലേ. സോ ഇത് മൈ വേ ഓഫ് പ്രസൻറ്റിങ് എ റോൾ പ്ലേ ആണ്. ഇഫ് യു ഹാവ് എനി സജഷൻസ്, ഇഫ് യു ആർ ഹാവിങ് എനി കൺസേൺസ്, ഡൗട്ട്സ്, യു ക്യാൻ കമൻറ്റ് ഓർ യു ക്യാൻ text us so that we will be discussing on that. So I hope it was a good session for everyone. I hope it was a beneficial session for everyone. Thank you all so much for participating. Thank you.